പ്രിയ സുഹൃത്തുക്കളായ രഞ്ജിലയ്ക്കും വിഷ്ണുവിനുമൊപ്പം ഈ യാത്ര വർക്കലയിലേക്കാണ്. മോർണിംഗ് 6:30 തൃശ്ശൂരിൽ നിന്നും ട്രെയിനിൽ കയറിയ ഞങ്ങൾ ഉച്ചയ്ക്ക് ഏകദേശം 1:30 വർക്കല ബീച്ചിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗൗരീസ് ഹോം സ്റ്റേയിൽ എത്തിച്ചേർന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത റൂം. ബാഗെല്ലാം റൂമിൽ വെച്ച ശേഷം ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് ചിമ്മിനി റെസ്റ്റോറൻറ്റിലേക്കാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടാൻ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് കറി മീൽസിനോടൊപ്പം ഫിഷ് തവ ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ സൈസിലുള്ള ഈ ഫിഷ് സ്ലൈസസ് ആയി പ്രസന്റ് ചെയ്തതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെ ഈസി ആയിരുന്നു, ഒപ്പം നല്ല ടേസ്റ്റിയും. കൂടാതെ മീൽസിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ കറികളും അത്രയേറെ രുചികരമായിരുന്നു. ഒടുവിൽ മനസ്സും വയറും നിറഞ്ഞ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. റൂമിലെത്തി നന്നായി ഒന്ന് ഉറങ്ങിയ ശേഷം രാത്രിയാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഡിസംബർ 23 ഞങ്ങൾ വർക്കലയിൽ ഉണ്ടായിരുന്നത്. ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബായിരുന്നു. നടത്തം ഒന്നുകൂടി ഉഷാറാക്കാൻ ഇടയ്ക്കൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ ഒരു കോഫി കുടിച്ചു. ബീച്ചിനടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ മുകൾ ഭാഗത്തേക്ക് കയറി. കയറ്റുമൊക്കെ കയറി അത്യാവശ്യം ദൂരം നടക്കേണ്ടി വന്നെങ്കിലും ലൈറ്റിങ്ങും ലൈവ് മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയായി ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പിംഗ് സ്പോട്ടുകളും കഫേകളുമായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്തത് ഇസ്രായേലി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന അബ്ബ റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഷ്നിറ്റ്സലും ഷക്ഷൂക്കയും പീറ്റ ബ്രെഡിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. റൂമിലെത്തി നൈറ്റ് 12 മണിക്ക് രഞ്ജിലയ്ക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള ഒരുപാട് ഓർമ്മകളുമായി വർക്കലയിലെ ഒരു ദിവസം കടന്നുപോയി.